നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്, ശനി രാശി മാറിയിരിക്കുകയാണ്, രാഹു കേതു രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഓരോ രാശിമാറ്റത്തിൻ്റെയും വീഡിയോ ഞങ്ങൾ മുന്നത്തെ വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ചാനലിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഇതതിൻ്റെ പൊതുവായിട്ടുള്ള മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് മാറുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദോഷങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം, വിവാഹ സംബന്ധമായ പ്രശ്നം, വിദ്യാഭ്യാസപരമായ പ്രശ്നം, അല്ലെങ്കിൽ കടബാധ്യത, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിവരവും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഈ ചാനലിലെ വ്യൂസ്, അതായത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാസത്തിൽ ഞങ്ങൾ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു വലിയൊരു പൂജയാണ്. ആ പൂജയിൽ വേറെ ആരും ഉൾപ്പെടുത്തുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു പ്രശ്നത്തിന് ഞങ്ങൾക്കൊരു മാറ്റം, വളരെ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ചെയ്തു തരാൻ പറ്റിയാൽ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ വിഷയവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്, മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം ഇവർക്ക് വ്യാഴം ഇപ്പോൾ രാശി മാറി നിൽക്കുന്നത് അവരുടെ മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. കാരണം സഹോദരനിൽ നിന്നുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി വരുന്നുണ്ട്. പൂർവിക സ്വത്തുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചെറിയ ചെറിയ നേട്ടങ്ങളെല്ലാം വന്നു ചേരുവാൻ, അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരുവാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം ശനി നിൽക്കുന്നത് രാശിയുടെ 12ാം ഭാവത്തിലാണ്. അത് മേടൻ രാശിയുടെ 12ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് 7.5 കണ്ട ശനി എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു ദോഷം കാലഘട്ടം തന്നെയാണ്. അടുത്തിന് വരുന്ന 2.5 വർഷക്കാലം തന്നെ നമുക്ക് ഈ ഒരു ദോഷം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2.5 വർഷക്കാലം കൊണ്ട് തീരുന്നില്ല. വീണ്ടും 2.5 വർഷക്കാലം ജന്മത്തിൽ ശനി വരുന്നു. തുടർന്ന് വീണ്ടും 2.5 വർഷക്കാലം ജന്മത്തിൻ്റെ 2ാം രാശിയിൽ ശനി വരുന്നു. അങ്ങനെ 7.5 വർഷക്കാലഘട്ടമാണ് അശ്വതി, ഭരണി, കാർത്തിക മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത 7.5 വർഷക്കാലഘട്ടമാണ് ശനിദോഷം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ പരിഹാരം ചെയ്യുക. ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, അല്ലെങ്കിൽ എള്ളുകിഴി കത്തിക്കാം, നെയ്വിളക്ക് തെളിയിക്കാം, നെയ്യ് അഭിഷേകം നടത്താം, എള്ളുപായസം നടത്താം. ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളുടെ ദേശത്തിലുള്ള ആചാരം എങ്ങനെയാണോ ആ അമ്പലത്തിൽ അതാത് രീതിയിൽ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. എന്ത് പരിഹാരം ചെയ്യുമ്പോഴും നമ്മൾ ഒരു പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ ചെയ്യും. ഇപ്പോൾ അയ്യപ്പനൊരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. വിഷ്ണു ഭഗവാനൊരു പുഷ്പാഞ്ജലിയോ പായസ വഴിപാടോ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നതായിരിക്കും ഏറെ ഉത്തമമായിട്ട് വരുന്നത്. ഈ സമയത്ത് ചിലവുകൾ വളരെ കൂടുതലായി വരുന്ന സമയമാണ്. ചിലവുകൾ കൂടുതലായി കാണുന്നുണ്ട്.
പരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് പരമായിട്ട് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളോ പരാജയങ്ങളോ ഇഴച്ചിലുകളുണ്ടാകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾ ശനിദോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം വളരെയധികം ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. കൂടാതെ ഈ ഒരു രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഇനി രാഹു നിൽക്കുന്നത് അവരുടെ 11ാം രാശിയിലാണ്. 11ാം രാശിയിൽ രാഹു നിൽക്കുമ്പോഴേക്കും അതും നമുക്ക് നല്ല രീതിയിൽ വരുമാനം വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ശനി നിൽക്കുമ്പോൾ ചിലവുകളും വരുന്നു, 11ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ വരുമാനവും വരുന്നു. വരുമാനം വരാനായിട്ട് കഠിനാധ്വാനം ചെയ്യും. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ധനം കയ്യിൽ വന്ന നിമിഷം തന്നെ ചിലവും അതിനോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 10,000 രൂപ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ 15,000 രൂപയുടെ ചിലവും നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ വരുമാനം വരുന്നതിനോടൊപ്പം തന്നെ ചിലവും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇല്ലാത്ത പക്ഷം അത് നമുക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവിടെ രാഹു ഇങ്ങനെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ദോഷങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാൽ നമുക്ക് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും ദേവിയുടെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തിരിച്ച് കേതു നിൽക്കുന്നത്, ജന്മത്തിൻ്റെ മേടൻ രാശിയിൽപ്പെട്ടവർക്ക് കേതു നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ദോഷം അത് തന്നെയെന്ന് പറയാം. നമുക്ക് ഈ ഒരു വർഷകാലഘട്ടം, ഈ ഒരു രാശി മാറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് കേതുവിൻ്റെ 5ാം ഭാവത്തിലെ സ്ഥാനം തന്നെയാണ്. മാനസികപരമായ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും. ടെൻഷൻ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഒരു തോന്നൽ വരിക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മനസ്സിന് ധൈര്യമില്ലാതെ നമ്മൾ പിന്നിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വിഷയം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു, അവർക്ക് അടുത്ത വിഷയം മറ്റു വിഷയങ്ങൾ പഠിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോകുന്നു. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മനസ്സിന് ധൈര്യത്തോടു കൂടി ഈശ്വരനെ, നമ്മൾ ആത്മാർത്ഥമായിട്ടും നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്കന്നാൾ വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിത്യവും ഗണപതി ഭഗവാനെ, അത് എല്ലാ അമ്പലത്തിലും ഗണപതി ഭഗവാനുണ്ട്, ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ ഒരു നാളീകരമെല്ലാം ഉടച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം കാണുക, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ധനപരമായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിഷ്ണു ഭഗവാനെ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും.